കോന്നി മാങ്കുളം ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സംഗമത്തിൽ കോന്നി ടൗൺ ജുമാ മസ്ജിദ് ഇമാമും പ്രിൻസിപ്പലായി 50 വർഷം പൂർത്തിയായ ഹാജി HM ഹനീഫ മൗലവിയെ ആദരിക്കലും നടന്നു. ഇഫ്താർ സംഗമവും ആദരിക്കലും അഡ്വക്കേറ്റ് കെ ജനേഷ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു ചടങ്ങാണ്. വ്യക്തിപരമായി എനിക്കും ഹനീഫ മൗലവി ഏറെ ബന്ധമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. കുറേ നാളുകളായി അദ്ദേഹവുമായി വലിയ സ്നേഹമുണ്ട്. അദ്ദേഹം ഇമാമായിട്ട് 50 വർഷം പൂർത്തീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരു സന്തോഷമുള്ള നിമിഷമാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തെ ആദരിക്കാൻ കിട്ടിയ അവസരം ഞാനൊരു ഭാഗ്യമായി കരുതുന്നു. ഇനിയും ദീർഘകാലം നമ്മുടെ നാട്ടിൽ സാമൂഹ്യ സേവന പ്രവർത്തനത്തിലും എല്ലാം നിറഞ്ഞു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അദ്ദേഹത്തെ പോലെയുള്ള മൗലവിമാരുടെ ഒരു നല്ല ദീർഘകാലത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ കോന്നി എന്നും മനോഹരമായ മതേതരത്വത്തിൻ്റെ സ്വന്തം നാടായി മാറി നിൽക്കുന്നത്. അത്തരം സന്ദേശങ്ങൾ ഇനിയും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ വചനമായി, ദൈവത്തിൻ്റെ വചനമായി പറയുന്നു, നോമ്പ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ നല്ലവരായി തീരാൻ വേണ്ടിയാണ് നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടത്. അതിൻ്റെ ആരംഭത്തിലുള്ള വാചനങ്ങളൊന്നും ഞാൻ പറയുകയല്ല. അവസാനം അതിൻ്റെ പൊരുൾ എന്താണ്, നോമ്പിൻ്റെ ലക്ഷ്യം എന്താണ്? നിങ്ങൾ നല്ലവരായി തീരുക. ആ നന്മ എന്ന് പറയുന്നത് ശാരീരികമായി, മാനസികമായി, സാമൂഹികമായി, രാഷ്ട്രീയമായി, ഭരണപരമായി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ആ നന്മയുണ്ട്. ഒരു ഭാഗത്തും അത് മാറ്റി നിർത്താനുള്ള ഒരു വിഷയമല്ല. മറ്റൊരു സ്ഥലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂമു തസഹു, നിങ്ങൾ വ്രതമനുഷ്ഠിക്കുക, നിങ്ങൾ ആരോഗ്യവാന്മാരാകുക. ഇപ്പോൾ വ്രതത്തിലൂടെ ആരോഗ്യത്തിൻ്റെ സംരക്ഷണവും അവിടെ പ്രവാചകൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതെല്ലാം ഇന്ന് ലോകം അംഗീകരിച്ചിട്ടുള്ള വിഷയമാണ്. അതിലേക്ക് കടക്കുകയല്ല.